സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സ്ഥലം. കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം നിങ്ങൾക്ക് മാഷിട്ട് നോക്കിയാലും കിട്ടൂല കേട്ടോ. ഹൗസ് പ്ലോട്ട് ആക്കി തിരിക്കാൻ പറ്റിയ PWD റോഡിനോട് ചേർന്ന് 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അമ്പലം, പള്ളി, ചർച്ച്, സ്കൂൾ എന്ന് വേണ്ട എല്ലാവിധ സൗകര്യത്തോട് കൂടി കിടക്കണം ഈ കാണുന്ന സ്ഥലം. ഇവിടുന്ന് നോക്കിയാൽ അങ്ങേ തല വരെ കാണുന്ന വാട്ടർ ലെവലിൽ കിടക്കണം 4 ഏക്കർ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നൊരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ ആ മേലേക്കാണ് നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ പാലാവയൽ ടൗണിൽ ഒരു 1/2 കിലോമീറ്റർ മാറിയിട്ട് ഓടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് ഉള്ളത് കേട്ടോ. നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്ന ഈസ്റ്റളേരി പഞ്ചായത്താണ്, വില്ലേജ് പാലാവയലാണ്, അതുപോലെ വെള്ളരിക്കുണ്ട് താലൂക്കിലും പെട്ടിട്ടുള്ള സ്ഥലമാണ്. ചങ്കളെ അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ പറഞ്ഞു കേട്ടോ. അതിന് മുന്നേ ഇതാക്കണം നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ ഇതാക്കണം. ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നമുക്ക് ഫ്രണ്ടേജ് ഏകദേശം ഒരു 60 മീറ്ററിൻ്റെ മേലെ നമുക്ക് റോഡ് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണേ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റോഡ് വരുന്നത് പാലാവയിൽ നിന്ന് വരുന്ന റോഡാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഇങ്ങോട്ട് കേട്ടോ. പിന്നെ ഇതാക്കണം കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് ആക്കുന്ന പ്ലോട്ടിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട്. പിന്നെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. അടുത്ത അയൽവാസികളൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളുണ്ട്. ഇനി നമുക്ക് ഈ റോഡ് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓടക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോണ റോഡാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മളെ സ്ഥലങ്ങൾ നല്ല ലെവലായി കിടക്കുന്ന സ്ഥലമാണ്. ഈ ഒരു നിങ്ങൾ കയ്യിൽ കാശുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലങ്ങൾ വാങ്ങിയിട്ടാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല, അത് ഗ്യാരണ്ടിയാണ്. കാരണം ഉള്ളേരിയകളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ടൗണിനോടൊക്കെ ചേർന്നുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ ഇനിയിപ്പോൾ ഈ സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഇത് പ്ലോട്ടുകളായിട്ട് 10 സെൻറ്റോ 20 സെൻറ്റോ ഒക്കെ ആയിട്ട് പ്ലോട്ടുകളൊക്കെ ആയിട്ട് മുറിഞ്ഞു പോകണം അജാതി മുതൽ ലെവൽ സ്ഥലമാണ് കേട്ടോ. കണ്ടില്ല ഞങ്ങൾ. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു 70 കിലോമീറ്റർ ദൂരം കേട്ടോ. അതുപോലെ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്നൊക്കെ ഒരു 8 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. പിന്നെ നമുക്ക് തളിപ്പറമ്പിനൊക്കെ ഉണ്ടെങ്കിൽ ഒരു 45 കിലോമീറ്റർ ആണുള്ളത്. അതുപോലെ തന്നെ പയ്യന്നൂരിന് ഒരു 40 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നമുക്ക് പയ്യന്നൂരാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രണ്ട് അതിരി എൻ്റെ ഏകദേശം നമുക്ക് ഇവിടം വരെയാണ്, ഈ ഒരു മതിൽക്കെട്ടിൻ്റെ ഇവിടം വരെയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തോട്ടാണേലും കണ്ടില്ല ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ. കണ്ടില്ല ഞങ്ങൾ ഇവിടം വരെയാണ് ഇതിൻ്റെ അതിരി എൻഡ് വരുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 60 മീറ്ററിൻ്റെ മേലെ നമുക്ക് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട്. PWD റോഡാണ്. കണ്ടില്ല ഞങ്ങൾ. അപ്പോൾ എല്ലാം കൊണ്ട് എടുത്തിടാൻ പറ്റിയ നല്ലൊരു കിണ്ണം കാച്ച മുതൽ സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോളേ ഇനി ഇങ്ങോട്ട് വരും നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയി നോക്കട്ടോ. നമ്മൾ ഈ ഒരു സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ ഐഡിയ ചെയ്താൽ മതി. ഇവിടുന്ന് ഇങ്ങോട്ടും അളന്ന് പകുതിയാക്കി സ്ഥലമാക്കുക, അതേമാതിരിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടും പകുതി സ്ഥലമാക്കുക കേട്ടോ. എന്നിട്ട് ഈ പറമ്പിൻ്റെ സെൻറ്ററിൽ കൂടെ ഇതാക്കണം. ഇതേമാതിരിക്ക് പറമ്പിൻ്റെ അങ്ങേ തല വരെ സെൻറ്ററിൽ കൂടെ ഒരൊറ്റ റോഡാക്കുക, 2 ഭാഗമാക്കിയാണ്ട് തിരിക്കുക. എന്നിട്ട് ഞാൻ ആൾക്കാർക്ക് ഈ ഭാഗത്തു നിന്നാണ് 5 സെൻറ്റും 10 സെൻറ്റ് 20 സെൻറ്റും ആയിട്ടുള്ള പ്ലോട്ടുകളാക്കി തിരിക്കേണ്ടത് വെച്ചാൽ ഓൽക്ക് ഇവിടുന്നാണ്ട് മുറിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അതല്ല ഓൽക്ക് ഈ ഭാഗത്തുനിന്ന് വേണ്ട വെച്ചാൽ ഇവിടുന്ന് അതേമാതിരിക്ക് പ്ലോട്ടുകളാക്കി അലുവ കഷ്ണമാക്കിയിട്ട് മുറിച്ചാണ്ട് കൊടുക്കുക കേട്ടോ. അത് അങ്ങേ തല വരെ അതേമാതിരിക്കാണ്ട് മുറിച്ച് കൊടുക്കുക. ഇപ്പം നിലവിൽ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് കുറച്ച് റബ്ബറുകളാണല്ലോ, ഏകദേശം ഒരു 450ഓളം റബ്ബറുകളാണുള്ളത് കേട്ടോ. ടാപ്പിംഗ് ആക്കിയിട്ട് 2ാം വർഷവും 4ാം വർഷവുമായിട്ടുള്ള റബ്ബറുകളാണുള്ളത്. ഇതിപ്പോൾ നിലവിൽ 2ാം വർഷമായിട്ടുള്ള റബ്ബറാണ്. 105ഉം 430 ഇനത്തിൽ പെട്ടിട്ടുള്ള റബ്ബറുകളാണ് കേട്ടോ. ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള നല്ല നല്ല വീട്ടിലും വണ്ണുള്ള ഈ ജാതി മുതൽ റബ്ബറുകളാണുള്ളത് കേട്ടോ. പിന്നെ നമ്മളെ പറമ്പിൻ്റെ അതിരെല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കണാണ്. നമ്മളെ പറമ്പിൻ്റെ ഈ ഒരു സൈഡിലുള്ള അതിരും അതേമാതിരി തന്നെ ആ ഒരു സൈഡിലുള്ള അതിരും ഫുള്ള് ചാല് കീറിയിട്ട് ഫുള്ള് കയ്യാല കെട്ടി അതിരെല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കുക. അത് നോക്കിയാൽ നിങ്ങൾ ഇതേമാതിരിക്ക് ചാല് കീറി സൈഡിലെല്ലാം ഫുള്ള് അങ്ങ് വരെ കയ്യാല കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തേക്കൊക്കെ വേറെ ആൾക്കാരുടെ സ്ഥലമുള്ള വേറെ ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ. ചുറ്റുഭാഗം ഇതേമാതിരിക്ക് അങ്ങോട്ടും ആണെങ്കിലും ആ ഒരു സൈഡിലേക്കാണെങ്കിലൊക്കെ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിലൊക്കെ ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ചങ്കളെ നമ്മൾ അവിടുന്ന് അങ്ങ് സ്റ്റാർട്ടിങ്ങിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ അവിടെ ആ ഒരു സൈഡിലോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. അതേമാതിരി ഇതാക്കണം പറമ്പിൻ്റെ ഈ ഒരു സൈഡിലോട്ടാണെങ്കിലും ഇങ്ങോട്ടും ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വണ്ടികളൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് പറമ്പിൻ്റെ എല്ലാ അങ്ങേ തല വരെ എല്ലാ മൂലയോട്ട് എത്താൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വണ്ടി അവിടെ കിടക്കണുണ്ടല്ലേ. ഈ നിങ്ങളെ വീട് ചില പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ ഇതേപോലെ പരസ്യം ചെയ്ത് കണ്ടൊക്കെ വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിച്ചോണ്ട് നമ്മളെ വണ്ടികളെ മിറ്റത്താണ്ട് വന്ന് നിൽക്കും കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു പാലാവയൽ ഏരിയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. നല്ല വറ്റാത്ത വെള്ളമുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഭാഗത്ത്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അടുത്തുള്ള ഒരുവിധം എല്ലാ വീടുകളിലും കിണറാണ്, ഒരൊറ്റ വീട്ടിലും ബോർവെല്ലും ഇല്ല. അപ്പോൾ ഇനി കാണിച്ചാൽ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഇപ്പോൾ നിലവിലൊരു കുളമുണ്ട്. അത് നോക്കിയാണെ വെള്ളം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെയാണ്. കണ്ടില്ലേ കണ്ടോ വെള്ളമാണ് ആ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു എന്താ പറയുക അധികം ആഴോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു വീട്ടിലും കിണറാണുള്ളത്, അപ്പുറത്തെ ആ വീട്ടിൽ കിണറാണുള്ളത്. പിന്നെ അപ്പുറത്തെ ആ കാണുന്ന വീടുകളിലൊക്കെ കിണർ തന്നെയാണ് ഉള്ളത് കേട്ടോ. അതും അധികം ആഴോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒക്കെ ഒരു 5 കോല് 6 കോല് താഴ്ചയിൽ തന്നെ ഇഷ്ടം പോലെ വെള്ളം കിട്ടണതാണ്.
അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത്രയൊക്കെയാണ് നമുക്ക് സംഭവങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. നമ്മൾ വെള്ളത്തിന്റെ സൗകര്യം കാണിച്ചു കൊടുത്തില്ല നമ്മള്. അതെ, വെള്ളത്തിന്റെ സൗകര്യത്തിന് നമ്മൾ കുളം കാണിച്ചത് വെള്ളം ഉണ്ട് എന്നുള്ള ഗ്യാരണ്ടി അല്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഭാഗത്ത് പ്ലോട്ടുകളാക്കി തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്ലോട്ടുകളിലെല്ലാം കിണറൊക്കെ ആക്കി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. 100% ഗ്യാരണ്ടിയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ പ്ലോട്ടിനകത്ത് നമ്മൾ നേരത്തെ 2ാം വർഷം പ്രായമായിട്ടുള്ള റബ്ബറുകൾ നേരത്തെ കാണിച്ചതില്ല. അതിന്റെ ബാക്കി എന്നതാക്കണം കുറച്ച് 4ാം വർഷം പ്രായമായിട്ടുള്ള റബ്ബറുകളുണ്ട് കേട്ടോ. ഒക്കെ നല്ല നല്ല റബ്ബറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫ്രണ്ടിലോട്ടുള്ള ഒരു വ്യൂ ഒന്ന് നോക്കി അങ്ങേ തല വരെ കാണാൻ നമുക്ക് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല മണ്ണുള്ള സ്ഥലവും കൂടിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വീട് വെച്ച് താമസിക്കാനൊക്കെ ഉണ്ടെങ്കിൽ വല്ല കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കപ്പ, ചേന, ചേമ്പ് അങ്ങനെ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ നല്ല മണ്ണുള്ള സ്ഥലം തന്നെ. കരിങ്കൽപ്പാറ അങ്ങനത്തെ എന്താ പറയുക, അങ്ങനത്തെ നല്ല മണ്ണുള്ള സ്ഥലം. അതെ, വെട്ടലും ഇല്ല, കരിങ്കൽപ്പാറ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇതാക്കണം നമ്മളെ പറമ്പിനകത്ത് ഇതേമാതിരി കുറച്ച് ഏകദേശം ഒരു 10-20ഓളം തേക്ക് മരങ്ങളുണ്ട് കേട്ടോ. അതേപോലെ പറമ്പിൻ്റെ ഇടയ്ക്കോ അതിർവഴിയെല്ലായിട്ട് അതേമാതിരി ഇതാക്കണം ഇവിടെ പ്ലാവ് ഉണ്ട്. ഞങ്ങൾ പറമ്പിൻ്റെ ഇടയ്ക്കോ അതുപോലെ അതിർവഴിയൊക്കെ പ്ലാവ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമുക്ക് ഷീറ്റ് അടിക്കാൻ സൗകര്യത്തിനാക്കുന്ന മെഷീൻ വരെയാണ് ഈ കാണുന്നത്. മെഷീൻ വരയ്ക്ക് ചെറിയ രീതിയിൽ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാനുണ്ട്. ഒന്ന് ഡ്രസ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് നീറ്റാകുകയും ചെയ്യും കേട്ടോ. വേണേൽ ഇത് പോപ്പരൊക്കെ ആക്കണമെങ്കിൽ ആക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ പ്ലോട്ടുകളൊക്കെ ആക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷീൻ വരേണ്ട ഒന്നും ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ അടുത്തുള്ള ആരാധനാലയങ്ങൾ പറഞ്ഞാൽ നമുക്കിവിടെ 1/2 കിലോമീറ്ററിൽ പാലാവയിൽ എത്തിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. അതുപോലെ തന്നെ 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പുളിങ്ങോത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ അമ്പലങ്ങൾ ഉണ്ട്, അതുപോലെ മുസ്ലിം പള്ളി ഉണ്ട് കേട്ടോ. പിന്നെ പാലാവയിൽ എത്തിക്കഴിഞ്ഞാൽ പുളിങ്ങോത്ത് വലിയൊരു മുസ്ലിം പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ പള്ളിയുടെ സൗകര്യത്തിന് 1 കിലോമീറ്റർ അല്ലേ പുളിങ്ങോത്ത് നിന്ന് പാലാവയിലോട്ട് ഏകദേശം 1/2 കിലോമീറ്റർ ആണ്. അവിടെ പാലാവയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ബാങ്കുകളുണ്ട്, അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അങ്ങനെ അത്യാവശ്യം വലിയ ടൗണും കാര്യങ്ങളൊക്കെയാണ് പാലാവയിൽ ടൗൺ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇതാക്കണേ നമ്മളെ പ്ലോട്ടിനകത്ത് ഇതുപോലത്തെ ഏകദേശം ഒരു 250ഓളം കവുങ്ങുകളുണ്ട്. ഇപ്പോൾ കായ്ക്കുന്ന കവുങ്ങുകൾ 250ഓളം എണ്ണം ഉണ്ട് കേട്ടോ. കണ്ടില്ല, നല്ല മണ്ണുള്ള സ്ഥലമാണ്. കണ്ടില്ലേ, എന്ത് കൃഷിക്കും അനുയോജ്യമായുള്ള നല്ല മണ്ണുള്ള സ്ഥലമാണ്. പിന്നെ കവുങ്ങിൻ്റെ ചോടെല്ലാം ഫുള്ള് ചെത്തിക്കോരി ഇതേപോലെ തടയിലാക്കി വളമൊക്കെ ഇട്ട് നല്ല രീതിക്ക് നോക്കണ പറമ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലം നല്ല കണ്ണായ സ്ഥലമാണ്. നമുക്ക് പാലാവയൽ ടൗണിൻ്റെ അടുത്തുള്ള നല്ല കണ്ണായ സ്ഥലമാണ്. പിന്നെ നമുക്ക് പറമ്പ് നനയ്ക്കാനുള്ള ഇതാക്കുന്ന സ്പ്രിംഗ്ലർ എല്ലാം ആക്കിയിട്ടുണ്ട്. എല്ലായിടത്തും ഇതേപോലെ നനയ്ക്കാനുള്ള സൗകര്യം എല്ലാം ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുവിധം മരത്തെ കൂടെ എല്ലാം കവുങ്ങിൽ കൂടെ എല്ലാം ഇതുപോലെ കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിലേക്ക് ആവശ്യത്തിനല്ലേ പുറത്ത് കൊടുക്കണമെങ്കിൽ കുരുമുളകൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. ഇപ്പം നമ്മൾ പറമ്പിൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കുറേ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തോട്ട് വന്നാൽ അങ്ങോട്ടും വീടുകളൊക്കെ ഉണ്ട്. പിന്നെ പറമ്പിന്റെ എല്ലാ സൈഡിലും വീടുകളുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തുള്ള പ്ലോട്ടുകളൊക്കെ ഇതേപോലത്തെ സ്ഥലങ്ങളായിരുന്നു. അതൊക്കെ എന്താ പറയുക മുറിച്ച് പോയതാണ്. അതെ. അപ്പം ഏകദേശം ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. സ്ഥലമൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ പാലാവയൽ ടൗണിൽ നിന്ന് വെറും 1/2 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അല്ലേ. അപ്പം ഓണറുടെ നമ്പറൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. പിന്നെ നിങ്ങൾ ഉള്ള ഏരിയകളിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടൗണിൻ്റെ അടുത്ത് ഒരു വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല കിണ്ണം കാഴ്ച പ്ലോട്ടുകളാണ് കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മടിച്ച് നിൽക്കാൻ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് ഓണറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തോളി. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ അതിലൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ ചാനൽ വഴി യൂട്യൂബ് ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ഈ ഒരു സ്ഥലത്തിൻ്റെ എന്ത് ഡീറ്റെയിൽ അറിയാൻ താഴെ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓണറെ ഡയറക്റ്റാണ് കോൺടാക്ട് ചെയ്യുക അല്ലേ. പിന്നെ നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ബന്ധുക്കളൊക്കെ അതേപോലെ ഈ ഒരു ഏരിയയിലെ സ്ഥലങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും വളരെ ഉപകാരമാവും അല്ലേ. അപ്പോൾ പാലാവയൽ ഏരിയയിൽ നിങ്ങളെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് എടുക്കാനാണെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഓണറെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ. ബൈ.